Hi friends, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന how to solve a mirror cube ആണ്. ഇതിനു മുമ്പ് ഞാൻ പിരമിഡ് ക്യൂബിന്റെയും നമ്മുടെ റുബിക്സ് ക്യൂബിന്റെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് ആദ്യം പോയി കാണുക. അത് വീണ്ടും വീണ്ടും പോസ് ചെയ്ത് കാണുക. എന്നോട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പം മനസ്സിലാവുന്നില്ലേ പിന്നെയും പോസ് ചെയ്ത് കാണുക. ഞാൻ ഒരു 3x3 ക്യൂബിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. 3x3 ക്യൂബ് പഠിച്ചിട്ട് മിറർ ക്യൂബ് പഠിക്കുന്നതായിരിക്കും ഇച്ചിരി സിമ്പിൾ. എന്താണെന്ന് വെച്ചാൽ മിറർ ക്യൂബിൻ്റെ ഏകദേശം ഒരുപാട് സ്റ്റെപ്സ് നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ ഒരുപാട് സ്റ്റെപ്സ് നമ്മുടെ മിറർ ക്യൂബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ വീഡിയോ കാണാത്തവർ ആദ്യം അത് കാണാം. ഇപ്പം നമുക്ക് മിറർ ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ മിറർ ക്യൂബ് മൊത്തം ഒരു ഷഫിൾഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ കാണുമ്പോൾ വരായിരിക്കും ഹാർഡാണെന്ന്, പക്ഷേ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ റുബിക്സ് ക്യൂബ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണിത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ റുബിക്സ് ക്യൂബിലെ പോലെ ഇതിനും സെൻറ്റേഴ്സ് ഉണ്ട്. ഇത് സെൻറ്റർ, നടുക്ക് കാണുന്ന എല്ലാം സെൻറ്ററാണ് നമ്മുടെ റുബിക്സ് ക്യൂബിനെ പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ആ സെൻറ്റേഴ്സിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ഏതാണെന്ന് നോക്കുക. എനിക്കിപ്പോൾ ഇതാണ് ഏറ്റവും ഹൈറ്റുള്ള സെൻറ്റർ. നിങ്ങൾ ഷഫിൾ ചെയ്തതിൻ്റെ കൂട്ടിരിക്കും. എനിക്കിപ്പോൾ ഇതാണ് ഏറ്റവും ഹൈറ്റുള്ള സെൻറ്റർ. ഇനി ഹൈറ്റുള്ള സെൻറ്റർ എന്ന് പറയുമ്പോൾ യെല്ലോ ആണ്. ഇത് നമ്മൾ യെല്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനിയും ഇതിൻ്റെ ചുറ്റും നമ്മൾ വൈറ്റിൻ്റെ ക്രോസ് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ഹൈറ്റുള്ള സെൻറ്ററിൻ്റെ ചുറ്റും അതേ ഹൈറ്റുള്ള ഒരു ക്രോസ് കൊണ്ടുവരിക. ഇവിടെ അത് നമ്മൾ റുബിക്സ് ക്യൂബ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഷഫിൾ ചെയ്തതിൻ്റെ അനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ എൻ്റെ ക്യൂബ് ഞാനിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ ഇത്രയും ഇതായിരുന്നു ഹൈറ്റുള്ള സെൻറ്റർ. അതിൻ്റെ ചുറ്റും ഇവിടെ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തൂടെ അതേ ഹൈറ്റുള്ളത് കൊണ്ടുവരണം. നമ്മളിങ്ങനെ താഴെയൊക്കെ തിരിച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. എനിക്കിപ്പം ഇങ്ങനെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇങ്ങനൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ യെല്ലോയുടെ ചുറ്റും വൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കിയ പോലെയാണ് റുബിക്സ് ക്യൂബിൽ. ഇനി നമുക്ക് ഇവിടെ ഇത്രയും സോൾവ് ചെയ്യണം, ഈ 4 പീസസ്. ഇതിനൊരു അൽഗോരിതം ഉണ്ട്. ഈ 4 സ്ഥലത്ത് അതേ പീസ് വരുന്ന ആ പീസ് കൊണ്ടുവരാൻ അതിനൊരു അൽഗോരിതം ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടാണോ അതിൻ്റെ സൈസിലുള്ളത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ തീരുമാനിക്കുക, അത് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കുക. ഇപ്പം ഞാൻ ഇവിടാണ് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവരാം. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ കൊണ്ടുവരാനുള്ള റൈറ്റ് സൈഡ് താഴോട്ട് ആക്കുന്നു. എന്നിട്ട് അടിയിലത്തെ ഭാഗം ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. നമ്മൾ കറക്റ്റായിട്ടത് പ്ലേസ് ചെയ്തിരിക്കണം. ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. ഇത് മേളിലോട്ട് പോകുന്നു. ഇങ്ങോട്ട് തിരിച്ചിടം, തിരിച്ച് താഴെ ഇങ്ങോട്ട് തിരിച്ചു. അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഇതല്ല, താഴോട്ടാക്കുക. ഏറ്റവും താഴത്തെ ലെയർ ലെഫ്റ്റിലോട്ട് ഇരിക്കുക. റൈറ്റ് സൈഡാണല്ലോ നമ്മൾ താഴോട്ടാക്കിയത്. അത് തിരിച്ച് മേളിലോട്ടാക്കുക. നമ്മൾ ഏറ്റവും താഴത്തെ ഭാഗം ലെഫ്റ്റിലോട്ട് തിരിച്ച് വെച്ചത് തിരിച്ച് റൈറ്റിലോട്ട് ഇരിക്കുക. ഇത് തന്നെ ചെയ്യുക. ഇപ്പം എൻ്റെ ഇവിടെ ആയിട്ടുണ്ട്. ആ ബ്ലോക്ക് നമ്മൾ ആ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂസ് ഒരുപാട് വട്ടം ചെയ്യുമ്പം ആ കറക്റ്റ് ബ്ലോക്ക് വരും. കണ്ടില്ലേ, മാച്ചായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ 3 കോർണേഴ്സ് കൂടെ ഉണ്ട്. അത് നമ്മളിപ്പം ഞാൻ ഈ പീസ് എടുക്കുകയാണ്. നമുക്ക് ചെയ്ത് നോക്കാം.
ഇതിനും സെയിം സ്റ്റെപ്പാണ്. നമുക്കിനി ഇവിടെ ആക്കാനുള്ളതുകൊണ്ട് ആ സൈഡ് റൈറ്റ് പിടിക്കുക. നമ്മൾ ആ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അപ്പോൾ ആ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ 2 ബ്ലോക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി 2 പീസൂടെ കറക്റ്റ് സ്ഥലത്ത് വരാനുള്ളൂ. സെയിം സ്റ്റെപ്പ് ചെയ്യുക. നമ്മൾ ഇവിടെയാണ് വരേണ്ട, റൈറ്റ് പിടിക്കുക, ആ സെയിം സ്റ്റെപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നമ്മൾ അതേ സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കവറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് പീസാണ് ഈ ഒരു ലെയർ സോൾവ് ആവാൻ വേണ്ടത്. അതും അതേ സ്റ്റെപ്പ് ചെയ്യുക. നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു, അത് നമ്മൾ വരാനുള്ള സൈഡ് റൈറ്റിലേക്ക് പിടിക്കുക, എന്നിട്ട് അതേ സ്റ്റെപ്പ് ചെയ്യുക. നമുക്ക് ആ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇങ്ങനെ ഫസ്റ്റ് ലെയർ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ സോൾവ് ആയിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് നമ്മുടെ റുബിക്സ് ക്യൂബിലെ വൈറ്റും ഏറ്റവും ലാസ്റ്റ് ലെയറും സോൾവ് ആയതുപോലെയാണ്. ഇനി നമുക്ക് ഈ ഒരു ലെയറും സോൾവ് ചെയ്യാനുണ്ട്. ഞാൻ വീഡിയോ ലെങ്തി ആവേണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വട്ടം ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരുപാട് വട്ടം നിങ്ങൾക്ക് കിട്ടുന്നിടം വരെ ഈ സ്റ്റെപ്പ് ചെയ്യുക. ഇനി ഒരുപാട് വട്ടം ചെയ്യുമ്പോഴേ ഇങ്ങനെ അതിൻ്റേതായ പ്ലേസിൽ ഇത് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ എളുപ്പം ചെയ്യാനൊത്തില്ലെങ്കിൽ തെറ്റിയെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് സെൻറ്റർ കണ്ടുപിടിക്കുക, നമ്മളിങ്ങനെ കൊണ്ടുവരിക, ആ സ്റ്റെപ്പ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. അപ്പം നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇപ്പോൾ ഇത് വൈറ്റ് ആണെന്ന് നമ്മളൊന്ന് വിചാരിക്കേണ്ട, അത് താഴെ പിടിക്കുക. ഇപ്പോൾ വൈറ്റും സോൾവായി, ഈ ലാസ്റ്റ് ലെയറും സോൾവായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റുബിക്സ് ക്യൂബ് പഠിച്ചവർക്കായിരിക്കും ഇച്ചിരി മിറർ ക്യൂബ് ചെയ്യാൻ സിമ്പിള്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പല ഡൗട്ടുകളും ഉണ്ടാവും, എന്താണ് വൈറ്റ് ഇങ്ങനെ താഴെ പിടിക്കുന്നത് എന്നൊക്കെ. അതാണ് പറഞ്ഞാൽ ആദ്യം റുബിക്സ് ക്യൂബ് പഠിക്കുക, എന്നിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും ഇച്ചിരി സിമ്പിൾ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ലെയർ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലെയറിലെ സെൻറ്റർ ഉണ്ടല്ലോ, നമുക്കിത് സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്റർ ഏതെങ്കിലും ഒരു സ്ഥലമായിട്ട് മാച്ച് ചെയ്യുന്നോ നോക്കുക. മാച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ നിരപ്പ് എഴുതുന്നോ നോക്കുക. അത് നമ്മൾ ഈ മേലത്തെ 2 ലെയറും ഇങ്ങനെ തിരിക്കുമ്പം നമ്മുടെ ഇത് ഇങ്ങനെ മാച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മേലത്തെ ലെയറും അങ്ങനെ തിരിച്ചു നോക്കുക. നമ്മളിത് അത് മൂവ് ചെയ്യല്ല, ഇങ്ങനെ തിരിച്ച് നോക്കുമ്പം നമ്മളിപ്പോൾ ഈ 3 ലെയറും കൂടെ മാച്ച് ചെയ്തു. മാച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ നിരപ്പിൽ വരികയാണെന്നാണ് അർത്ഥം. ഇതിങ്ങനെ മാച്ച് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ നേരെ ഈ ഫേസ് ചെയ്തേക്കുന്ന ഈ സ്ഥലം നമ്മൾ ലെഫ്റ്റിലോട്ടും തിരിക്കുക, റൈറ്റിലോട്ടും തിരിച്ചു നോക്കുക. അപ്പം ഏത് സ്ഥലമാണ് മാച്ച് ആവുന്നതെന്ന് നോക്കുക. ഇതിപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പം ഇത്രയും ഗ്യാപ്പുണ്ട്, റൈറ്റിലോട്ട് നമ്മൾ തിരിക്കുമ്പം കറക്റ്റ് മാച്ചാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നേരെ വെക്കുക. അതിനൊരു ഇനി അൽഗോരിതം ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് റൈറ്റിലാണല്ലോ മാച്ചായത്, അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക. ഇനി ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താഴോട്ടിറക്കുക. ഇനി നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ് ഫേസ് ചെയ്ത് പിടിക്കുക. ഇനി നമ്മൾ റൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണിപ്പം. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുക. ഇനി ടോപ്പ് റൈറ്റിലോട്ട് തിരിക്കുക, ലെഫ്റ്റ് മേളിലേക്ക് പൊക്കുക, നമ്മുടെ ടോപ്പ് ഭാഗം ലെഫ്റ്റിലേക്ക് ഇരിക്കുക, നമ്മുടെ ലെഫ്റ്റ് താഴോട്ടിറക്കുക. അപ്പം ഇതിങ്ങനെ 2 ലെയേഴ്സിൻ്റെ ഈ ഒരു ഇത് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട്, ഈ 2 സ്ഥലം. ഇനി ഇവിടം ഇത് ഇത്രയും സോൾവ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ അടുത്തതും ഇങ്ങനെ നമ്മൾ തിരിച്ചു നോക്കുമ്പം എനിക്കിത് ഇങ്ങനെ മാച്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തിരിച്ചു നോക്കുക. നമ്മളെ ഫേസ് ചെയ്തേക്കുന്ന ഈ മാച്ച് ചെയ്തേക്കുന്ന സ്ഥലം നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചു നോക്കുക. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, മാച്ചല്ല. തിരിച്ചു നോക്കുക, ലെഫ്റ്റിലേക്ക് തിരിച്ചു നോക്കുക.
അപ്പം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. നമ്മൾ തിരിച്ചു വെക്കുക. ഇനി നമ്മൾ ലെഫ്റ്റിലാണല്ലോ മാച്ച് ആയത്, അപ്പം ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡ് താഴേക്ക് ആക്കുക. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരെ പിടിക്കുക, എന്നിട്ട് ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക. ഇനി നമ്മൾ റൈറ്റ് താഴേക്കാക്കുക. അപ്പം നോക്കുക, ഇത് മാച്ചായിട്ടുണ്ട്. ഇവിടെ ഇത്രയും മാച്ചായി, ഇവിടവും മാച്ചായി. ഇനി ഇവിടം രണ്ടും കൂടെ ഉള്ളൂ മാച്ചാക്കാൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു പീസ് ഇങ്ങനെ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക ഇനി എവിടെയാണ് വരാനുള്ളതെന്ന്. അപ്പോൾ ഇനിയും നമ്മളെ ഫേസ് ചെയ്തേക്കുന്ന സ്ഥലം റൈറ്റിലോട്ട് തിരിച്ചു നോക്കുക, മാച്ചാവുന്നില്ല. അത് തന്നെ നമ്മൾ നേരെ വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു നോക്കുക, കറക്റ്റ് മാച്ചാവുന്നുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് മാച്ച് ആയിട്ട് ടോപ്പ് റൈറ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് താഴോട്ടാക്കുക. നമ്മളിനി ലെഫ്റ്റ് നമ്മുടെ നേരെ പിടിക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, ഇനി ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താഴോട്ടിറക്കുക. ഇപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ഈ ഒരു പീസൂടെ ശരിയാക്കാനുള്ളൂ. അത് നമുക്കിപ്പോൾ ഇങ്ങനെ മാച്ചായിട്ട് എൻ്റെ വന്നിട്ടുണ്ട്. അതെനിക്ക് ഞാൻ നോക്കട്ടെ, ലെഫ്റ്റിൽ ഇച്ചിരി ഗ്യാപ്പ് വരുന്നുണ്ട്, റൈറ്റിൽ പെർഫെക്റ്റാണ്. അത് തിരിച്ച് അതേ പൊസിഷനിൽ വെക്കുക, നോർമൽ പൊസിഷൻ വെക്കുക, എന്നിട്ട് ഇപ്പോൾ റൈറ്റ് മാച്ച് ആയതുകൊണ്ട് ലെഫ്റ്റിൽ ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താഴേക്കാക്കുക. എന്നിട്ട് നമ്മൾ നേരെ റൈറ്റ് സൈഡ് നമ്മൾ നേരെ ഫേസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് സൈഡ് മേളിലേക്ക് ഉയർത്തുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് സൈഡ് താഴേക്കാക്കുക. ഇപ്പം നമ്മുടെ 2 ലെയർ നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. ഈ ഒരു ലെയറും 2 ലെയറും സോൾവ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ലാസ്റ്റ് ലെയറാണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ റുബിക്സ് ക്യൂബ് ചെയ്യുന്ന പോലെ നമുക്ക് ജെ വന്നിട്ടുണ്ട്. ഇനി റുബിക്സ് ക്യൂബ് ചെയ്യുന്ന അതേ സ്റ്റെപ്പാണ്. ഇനി ഒരു ലൈൻ കൊണ്ടുവരണം, ഇനി ഒരു ക്രോസ് കൊണ്ടുവരണം. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് കിട്ടും. നമ്മൾ റുബിക്സ് ക്യൂബ് ചെയ്യുന്ന അതേ സ്റ്റെപ്പാണ്. നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന റൈറ്റിലോട്ട് ഇരിക്കുക, റൈറ്റ് ടോപ്പിലോട്ട് ഇരിക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഡൗണിലോട്ട് തിരിക്കുക, ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് റൈറ്റിലോട്ട് തിരിക്കുക. ഇപ്പം നമുക്കിങ്ങനൊരു ലൈൻ വന്നിട്ടുണ്ട്. ഇനി അതേ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രോസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്തിരിക്കുന്ന റൈറ്റിലോട്ട് ഇരിക്കുക, റൈറ്റ് ടോപ്പിലോട്ട് തിരിക്കുക, ടോപ്പ് ലെഫ്റ്റിലോട്ട് തിരിക്കുക, റൈറ്റ് താഴോട്ടാക്കുക, ടോപ്പ് റൈറ്റിലോട്ട് ഇരിക്കുക, നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന തിരിച്ച് റൈറ്റിലോട്ട് ഇരിക്കുക. ഇവിടെ ക്രോസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെൻറ്റേഴ്സ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊന്നും മാച്ചല്ല. നമ്മൾ നോക്കുക ഏതെങ്കിലും 2 സെൻറ്റർ അടുത്തടുത്ത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതും മാച്ച് ആവുന്നുണ്ട്, ഇതും മാച്ച് ആവുന്നുണ്ട്. അടുത്തടുത്ത് ഇത് രണ്ടും മാച്ച് ആവുന്നുണ്ട്, ഇതും മാച്ച് ആവുന്നുണ്ട്. ഈ മാച്ചായ ഒരെണ്ണം നമ്മുടെ ഫേസ് ചെയ്യാത്ത ഓപ്പോസിറ്റ് സൈഡിൽ പുറകിലും ഒരെണ്ണം നമ്മുടെ റൈറ്റ് സൈഡിലും പിടിക്കുക. മാച്ചായ ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം പുറകിലും പിടിക്കുക. ഇപ്പോൾ ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം പുറകിലുമാണ്. ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഒരെണ്ണം മാച്ചായത്, ഇവിടെയാണ് ഒരെണ്ണം മാച്ചായത്. ഇനി നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ മേളിലേക്ക് ഇരിക്കുക 1, ഇനി മേൽ ലെഫ്റ്റിലേക്ക് ഇരിക്കുക 2, ഇനി റൈറ്റ് താഴേക്ക് ഇരിക്കുക 3, ഇനി നമ്മുടെ ടോപ്പ് ലെഫ്റ്റിലേക്ക് ഇരിക്കുക 4, നമ്മുടെ റൈറ്റ് മേളിലേക്ക് പൊക്കുക 5, ഇനി നമ്മുടെ ടോപ്പ് മേളിലേക്ക് ഇരിക്കുക 6, ഇനി നമ്മൾ 6 2 വട്ടം തിരിക്കണം. ഇനി റൈറ്റ് താഴോട്ട് ഇറക്കുക, ഇത് ഇങ്ങോട്ട് തിരിക്കുക. അപ്പം നമ്മുടെ സെൻറ്റേഴ്സ് എല്ലാം മാച്ച് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സ് എല്ലാം മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർണേഴ്സ് എല്ലാം അതിൻ്റേതായ പ്ലേസിലാക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റേതായ പ്ലേസിലാണ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഇവിടെ വരേണ്ടത്, ഇതാണ് ഇവിടെ വരേണ്ടത്. ഇത് അതിൻ്റേതായ പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇതാണോ അതിൻ്റെ പ്ലേസിൽ തന്നെ വരേണ്ടത് അത് നമ്മുടെ റൈറ്റ് പിടിക്കുക. എന്നിട്ട് ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താഴോട്ട് ഇറക്കുക, ടോപ്പ് റൈറ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് താഴോട്ട് ഇറക്കുക. ഇപ്പം നോക്കുക, ഈ രണ്ട് ഇത് അതിൻ്റേതായ സ്ഥലത്ത് കറക്റ്റ് മാച്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സ്ഥലവും കൂടെ ഉള്ള അതും അതിൻ്റേതായ പ്ലേസിലാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്ലേസിലാക്കിയാൽ മതി. നമ്മൾ ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസിലാണെങ്കിലും ഇങ്ങനെ വരാതിരിക്കാതെ അതിൻ്റെ പ്ലേസിൽ മാത്രം ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ ഇത് അതിൻ്റേതായ പ്ലേസിലാണ്, പക്ഷേ ഇതുപോലെ ആയിട്ടില്ല. അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണിച്ച സ്റ്റെപ്പ് നമ്മൾ ഇവിടാണ് വരാനുള്ളത്. അത് നമ്മൾ റൈറ്റ് സൈഡിൽ പിടിക്കുക, റൈറ്റ് താഴോട്ടാക്കുക, നമ്മുടെ താഴ്ഭാഗം ലെഫ്റ്റിലേക്ക് ഇരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, താഴെ റൈറ്റിലേക്ക് ഇരിക്കുക. ഇത് തന്നെ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് ആയിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ജമ്പിൾഡ് ആയെങ്കിൽ ലാസ്റ്റ് അതെല്ലാം കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു പീസ് കൂടെ ആക്കാനുള്ളൂ. അത് നമ്മൾ ഒരിക്കലും ക്യൂബ് ഇങ്ങനെ പിടിക്കല്ല, നമ്മൾ അതിനെ നമ്മുടെ സ്ഥലത്തോട്ട് തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് അതേ സ്റ്റെപ്പ് ചെയ്യുക, റൈറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അതേ സ്റ്റെപ്പ് ചെയ്യുക, റൈറ്റ് താഴോട്ടാക്കുക, താഴം ലെഫ്റ്റിലോട്ട് തിരിക്കുക, റൈറ്റ് മേളിലേക്ക് പൊക്കുക, താഴം റൈറ്റിലേക്ക് ഇരിക്കുക. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഫുൾ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് നമ്മളാക്കി വെച്ചാൽ മതി. ഫുൾ ക്യൂബ് നമ്മുടെ സോൾവ് ആയിട്ടുണ്ട്.